ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ കൊച്ചിയിലൊരു രാമൻ ഇഡലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് കഴിക്കാൻ പോവാണ് വൈകുന്നേരത്ത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ശീലേ അടിപൊളിയാണ്. അപ്പൊ വാ, നിങ്ങളും വന്നോളൂ, കണ്ടോളൂ. ഞങ്ങള് ഇതാണ് കൊച്ചിയിലെ ഒരു രാമൻ ഇഡലി. ഷീല പറഞ്ഞാണ് എനിക്കും കഴിക്കണമെന്ന് നല്ല താല്പര്യം തോന്നിയത്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. കഴിക്കുന്നതല്ല, ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ്. വാ, ഞങ്ങളിവിടെ വന്നു. ഞങ്ങള് വാങ്ങാൻ ഞങ്ങളുടെ രാമൻ ഇഡലി വന്നു കേട്ടോ. വലിയ ഇഡലി, പിന്നെ ചമ്മന്തി വെച്ചുണ്ടോ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം പഠിച്ചോ. ഞങ്ങളുടെ രാമൻ ഇഡലി വന്നു. ഈ ഇഡലിക്കകത്ത് വലിയ ഇഡലിയാണ് കണ്ടോ. ഇഡലിക്കകത്ത് ബട്ടറോ എന്തൊക്കെയുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞ് ഇഡലി വാങ്ങിച്ചു കണ്ടോ. കുഞ്ഞ് ഇഡലി, സാമ്പാർ, വട വാങ്ങിച്ചു. സെയിം ഇഡലി. ശ്രീലക്ഷ്മി ഇപ്പോൾ വരും. ഞാൻ തന്നെ അതുകൊണ്ട് വീഡിയോ വിളിച്ചു. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് പറയാം. ഞങ്ങൾ ഇതിൻ്റെ കൂടെ 3 ജ്യൂസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അനാറ്, പൈനാപ്പിൾ, വാട്ടർമെലൺ. ചെമ്പ് വാട്ടത്തിലാണ് ഉണ്ടാവില്ല. ഇച്ചിരി കൈക്കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നോർമൽ ഈ ഇളക്കാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല. ഇഡലി സൂപ്പർ കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി എനിക്ക് സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കഴിച്ചാൽ. ശ്രീലക്ഷ്മി നാളെ വരണം കൂടെ വന്ന് കഴിക്കാം. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ശീല മതിയായോ? എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രീല മോക്ക് കൊടുക്കേണ്ട കേട്ടോ. ഞാൻ പകുതിയെ കഴിച്ചു. പിന്നെ ഇഡലി, കുഞ്ഞിഡലി ഉണ്ടായിരുന്നു. അത് ഇഡലി സാമ്പാറും കഴിച്ചു. രാമൻ ഇഡലി ഉണ്ട്. ഞാൻ പേരിട്ട രാമൻ ഇഡലി എന്ന് കേട്ടോ. ശീല പേര്. ആ അത് തന്നെ, രാമൻ ഇഡലിയുടെ തട്ടുപൊടി അല്ലേ. തട്ടുപൊടി ഇഡലി. അതിൻ്റെ പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പണ്ടത്തെ ദോശപ്പൊടിയുടെ ഉണ്ട്. അടിപൊളിയാ. കഴിക്കേണ്ടവരൊക്കെ കൊച്ചി വരെ വരുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഫേമസ് ആണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇത് കണ്ടതിൽ താങ്ക്സ്. ഗുഡ് നൈറ്റ്. Why